നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സമസ്ത ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നാണ്. ജില്ലയിൽ 45 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. എറണാകുളവും ഇടുക്കിയും പാലക്കാടും പുനർനിർണയിക്കണം എന്ന ആവശ്യവും സമസ്ത മുന്നോട്ട് വെക്കുന്നു. 100ാം വാർഷികത്തിൽ ഈ പ്രമേയം പാസാക്കുമ്പോൾ ഞെട്ടിയത് അമ്പരന്ത് രാഷ്ട്രീയ വൃത്തങ്ങളാണ്. തമിഴ്നാട് മാതൃകയാക്കാനാണ് സമസ്തയുടെ നിർദ്ദേശം. ഉമർ ഫൈസി മുക്കം അവതരിപ്പിച്ച പ്രമേയം ഭരണ പ്രതിപക്ഷ കക്ഷികളെ വെട്ടിലാക്കുമോ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കെ 100ാം വാർഷിക ആഘോഷ ചടങ്ങിൽ സമസ്ത ഇക്കാര്യം ആവശ്യപ്പെടുന്നത് മലപ്പുറത്ത് വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം അനിവാര്യമാണെന്നും കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് തീരുമാനം നടപ്പിലാക്കണം എന്നുമാണ് പ്രമേയത്തിൽ സമസ്ത ആവശ്യപ്പെടുന്നത്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്നും പ്രമേയത്തിൽ സമസ്ത ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്താണ് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ തരത്തിലുള്ള പുനർനിർണയം വേണം എന്ന ആവശ്യം സമസ്ത മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഈ വിഷയത്തിൽ KV ബൈജു ചേരുകയാണ്. ബൈജു, ഇത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്ന ഒരു സംഗതിയാണ്, നമുക്ക് അറിയാം ആ വിഷയം. ഇപ്പോൾ സമസ്ത കൂടി ഈ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കും തള്ളിക്കളയുക അത്ര എളുപ്പമല്ല. കുറഞ്ഞപക്ഷം ഈ വിഷയത്തിലൊരു ചർച്ചയെങ്കിലും വേണ്ടിവരും. തീർച്ചയായും രഞ്ജിത്തെ, ഒരു രാഷ്ട്രീയ ബോംബ് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ സമസ്തയുടെ 100ാം വാർഷികാഘോഷ സമ്മേളനത്തിൽ പ്രമേയമായി അപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 20ഓളം പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രാധാന്യമുള്ള പ്രമേയങ്ങളുണ്ട്. പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമേയമായി ഇത് മാറുകയാണ്. ഉമർ ഫൈസി മുക്കം അവതരിപ്പിച്ച, അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യം. അതിൽ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ്. ഈ പരിപാടി ഇന്ന് 4:30 മണിയോടുകൂടിയാണ് ഇതിന്റെ സമ്മേളനം നടക്കുന്നത്, പൊതുസമ്മേളനം നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം VD സതീശനും പ്രതിപക്ഷ നേതാവും ഒരേ വേദിയിലെത്തുന്നതാണ് പ്രധാനം. ആ വേദിയിൽ എന്താണ് ഇവരുടെ നിലപാട്? ഈ സംഭവത്തിൽ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ, അതല്ല പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഇതിൽ എന്തായിരിക്കും പ്രതികരണം? അത് ഏറ്റവും പ്രധാനമാണ്. എന്തായാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി വലിയ തോതിലുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സമ്മേളനമാണ്. അതിനാണിപ്പോൾ സമാപനം കുറിക്കുന്നത്. ഇന്ന് വൈകിട്ട് 10 ലക്ഷത്തോളം ശുഭ്രവസ്ത്രധാരികൾ പങ്കെടുക്കുന്ന വലിയ റാലി ഉണ്ടാകും. എന്തായാലും ഇന്ന് കുണിയ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാവുന്നത് ഇത് തന്നെയാണ്. വൈകിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടി തന്നെയാണ്. ദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. സമാപന സമ്മേളനത്തിലും അത്തരത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ഈ മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു തുടക്കമിട്ട ചർച്ച അത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ചയാകും. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം, ഇത്തരത്തിലുള്ള ഒരു പ്രമേയം സമസ്ത കൊണ്ടുവരുന്നതെന്നതും ഏറ്റവും പ്രധാനമാണ്. ഇതിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 45 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എത്തണമെങ്കിൽ മലപ്പുറം ജില്ല വിഭജിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതോടൊപ്പം ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അത് നിറവേറ്റണമെന്ന് തന്നെയാണ് സമസ്ത പറയുന്നത്. അതോടൊപ്പം ഒരുപാട് പ്രമേയങ്ങൾ ഈ ഒരു വിഷയത്തിൽ പല സംഭവത്തിലും ഇതിൽ സമ്മേളനത്തിൽ സമസ്ത കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാം വലിയ ചർച്ചകൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് UDF-നെയും വെട്ടിലാക്കുന്ന തരത്തിലുള്ള വലിയ പ്രമേയങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ എല്ലാം ഒരു മറുപടി ഇന്ന് എന്തായിരിക്കും? ഈ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഇത് പരാമർശിക്കുമോ? പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇതിന് അനുകൂലമായ ഒരു പരാമർശം ഉണ്ടാകുമോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏതായാലും വൈകിട്ട് 4:30 കൂടിയാണ് ഈ ഒരു പൊതുസമ്മേളനം, ഇതിന്റെ സമാപന പൊതുസമ്മേളനം നടക്കുക. ആ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി ഉണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ട്. അങ്ങനെ വലിയൊരു പരിപാടി, അതിന്റെ സമാപനമാണ്. കുടിയ എന്ന് പറയുന്ന ദേശീയ പാതയോരത്ത് ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ വലിയ തോതിൽ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു. 30,000-ഓളം പ്രതിനിധികൾ 4 ദിനരാത്രങ്ങളിലായി ഇവിടെ തങ്ങിയാണ് ഈ ഒരു സമ്മേളനം മുന്നോട്ട് പോയത്. ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഈ സമസ്ത പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സമസ്തയുടെ ഈ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. മുഖ്യമന്ത്രിയും സതീശനുമാണ് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ മറുപടി പറയാൻ പ്രാപ്തിയുള്ളവർ. പക്ഷെ അവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിലേക്ക് കടക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അത് ഈ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്താൻ സംസ്ഥാന നേതാക്കൾ തയ്യാറായാൽ അതിന് മറുപടി പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.